കുമാർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് റെഗുലർ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഈ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മൂടെ പോയി കാണും. മീൻസ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇതാരും അങ്ങനെ പഠിക്കാറുള്ള ചാപ്റ്ററേ അല്ല, ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഒന്നുമേ മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചോദ്യങ്ങളൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. നിങ്ങൾ അതിനെ കൂടുതൽ ശ്രമിക്കാത്തതുകൊണ്ടോ. നമ്മൾ നോക്കിയ എക്സാമിന് വരുന്നത് സ്ഥിരം ചോദ്യമാണ് ഈ മാക്സിമം മിനിമം, അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം, ഇങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യമാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. കുറച്ച് എല്ലാവരും ഒന്ന് വായിച്ചോ. ഫൈൻഡ് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 2x + 2 ഇൻ 0, 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. നിങ്ങൾ ഇതൊക്കെ ഈ ചാപ്റ്ററൊക്കെ നോക്കി കാണും ഇല്ലല്ലോ? ഓക്കെ, എന്തായാലും പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സിനും അടിപൊളിയായിട്ട് പഠിക്കാം. ചാപ്റ്റേഴ്സിന്റെ ഓർഡർ ഒക്കെ തന്നെ എങ്ങനെയാ പഠിക്കേണ്ടെന്നുള്ള ഓർഡർ തരും, ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് പഠിക്കേണ്ടതെന്നുള്ള ഓരോ ചാപ്റ്ററിനുള്ള കൃത്യമായിട്ട് തരും. 6 ചോദ്യങ്ങൾ ഏതാന്ന് തരും, എല്ലാം കൃത്യമായിട്ട് തന്നുള്ള ക്ലാസ് കിട്ടും. ജോയിൻ ചെയ്യാം. ഓക്കെ, താഴെ തന്നുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് അങ്ങോട്ട് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x + 2. ദെൻ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ dy ബൈ dx. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ന്റെ ഡെറിവേറ്റീവ് 2s, 2 ന്റെ എത്രയായി പോയി 0. എക്സ് സ്ക്വയറിന്റെ 2x മൈനസ് 2x ന്റെ 2. ഇനി നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സുകളെ കണ്ടുപിടിക്കണം. എവിടേക്കാണ് എഫ് ഡാഷ് എക്സ് 0 ആവുന്നത്? അതിനുവേണ്ടി പുട്ട് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ എത്രയാണ്? 0. ദാറ്റ് ഈസ് 2x മൈനസ് 2 ഈക്വൽ എത്ര? 0. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2/2 1. ദാറ്റ്സ് ഓൾ. അപ്പൊ എക്സ് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താണ് പണി നോക്കാം. അപ്പൊ ഇത്രയൊക്കെ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞേക്കാം അല്ലേ? എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് എക്സ്, പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ 0, 2x മൈനസ് 0, 2 അപ്പുറത്ത് പോയി, 2x ഈക്വൽ 2, then x ഈക്വൽ 2/2 1. ഇനി നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പർ ഉണ്ടല്ലോ, F0യും 3യും, അത് രണ്ടും അങ്ങ് കണ്ടുപിടിക്കണം, മറക്കാതെ, മസ്റ്റ് ആയിട്ട്. ഓക്കെ, എവിടെ കൊടുത്ത്? നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യൻ കൊടുത്ത് കണ്ടുപിടിക്കണം. ഇനി കിട്ടിയ നമ്പർ ഇതിന് ഇടയ്ക്കാണെങ്കിൽ അത് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ വേണ്ട. ഇതിപ്പോ 1 ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 3. therefore നമ്മൾ അതും കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1. ഈ 1ന് വരെ ഇപ്പൊ 4 ആയിരുന്നു എന്ന് വിചാരിക്കുക. 4 ഇതിനിടയ്ക്കാണോ? 4 0ക്കും 3ക്കും ഇടയ്ക്കാണോ? അല്ല. അപ്പൊ കണ്ടുപിടിക്കേണ്ട. എഫ് ഓഫ് 4 വേണ്ട. പക്ഷെ 1 ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മോനെ ചെയ്യണം. അപ്പൊ ഈ 3 വാല്യൂസുകളെ കണ്ടുപിടിക്കണം. എവിടെ കൊടുക്കും? ഇവിടെ. അപ്പൊ എക്സിന് ആദ്യം 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ മൈനസ് 2 × 0, 0 + 2. ആൻസർ ആരെ കിട്ടി? 2 കിട്ടി. 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9 മൈനസ് 2 × 3 6 + 2. ഓക്കെ, അപ്പൊ 9 + 2 എത്ര മോനെ? 11 അല്ലേ? 11 - 6, 11 - 6 എത്ര കിട്ടും മോനെ? 5. ഓക്കെ, എഫ് ഓഫ് 1 ആകുമ്പോൾ ഇവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് 1 സ്ക്വയർ 1 മൈനസ് 2 × 1 2 + 2. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 1 സ്ക്വയർ മൈനസ് 2 × 1 + 2. ഇവിടെ -2 ഉം +2 ഉം പോയി കഴിഞ്ഞാൽ 1 കിട്ടി അല്ലേ? 3 വാല്യൂസ് കിട്ടി. ഇത് ഏറ്റവും വലുത് ഏതാ മോനെ? ഇവനില്ലയോ? അപ്പൊ ഇതാണ് നമ്മുടെ ആബ്സല്യൂട്ട് മാക്സിമം. therefore absolute maximum is equal to 5 at x equal to 3 and absolute minimum is equal to, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളു. ഇതാണ് ചെറുത് 1 at x equal to 1. that's all. ഓക്കെ, എന്ത് എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളെ അല്ലേ നമ്മൾ അറിയാതെ ഇങ്ങനെ പോകുന്നു. പല ചോദ്യങ്ങൾ ഇതേപോലെ പല ചാപ്റ്ററുകളുണ്ട്. നമ്മൾ അറിയാതെ പോയി, ഒന്നുകിൽ നമുക്ക് അബദ്ധം പറ്റി, ശ്രദ്ധിച്ചിട്ടില്ല. ഇനി നമുക്ക് അത് പറ്റത്തില്ല. എക്സാം എടുത്തു, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനാണ് അത് കുഴപ്പമുണ്ടാകുന്നത് എന്നുള്ള മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനി കുറച്ച് നാളുകൾ മതിയാവും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചോ. ഗുഡ് ബൈ.